ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടാനിങ്ങിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ടേ. ആദ്യമേ എന്താണ് ടാനിങ് എന്ന് നോക്കാം. ടാനിങ് എന്ന് പറഞ്ഞാൽ യു വി ലൈറ്റിന്റെ അണ്ടറിൽ നമ്മുടെ സ്കിന്നിന്റെ കളർ ഡാർക്ക് ആവുന്നതിനെയാണ് നമ്മൾ ടാനിങ് എന്ന് പറയുന്നത്. സൺ ടാനിങ് ഉണ്ട്, അല്ലാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടാനിങ് ഉണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സൺ ടാനിങ് ആണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടാനിങ്ങിനും സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന റേസിനകത്ത് പ്രധാനമായിട്ടും രണ്ട് റേസ് ഉണ്ട്. അതാണ് നമുക്ക് ടാനിങ് ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ സൺ ബേൺസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഒന്ന് യു വി എ, യു വി ബി. രണ്ടിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ യു വി എന്നാണ് പറയുന്നത്. ഈ യു വി ലൈറ്റ് നമ്മുടെ ശരീരത്തോട്ട് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ഡിഫൻസീവ് മെക്കാനിസം നടക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ. ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനോസൈറ്റ്സിൽ നിന്നാണ്. മെലാനോജെനിസിസ് എന്നാണ് ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേര്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് അപ്പൊ നടക്കുന്ന ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു പ്രഷറിൽ, സ്ട്രെസ്സിൽ, നമ്മൾ സ്ട്രെസ് എന്ന് പറയും, ആ ഒരു സ്ട്രെസ്സിൽ മെലാനോസൈറ്റ്സ് ഒരുപാട് മെലാനിൻ പ്രൊഡക്ഷൻ നടത്തും. ഈ മെലാനിൻ പ്രൊഡക്ഷൻ കാരണം മെലാനിൻ നമ്മുടെ ബോഡിയുടെ സർഫസിൽ, അതായത് സ്കിന്നിന്റെ സർഫസിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ഈ ഡിപ്പോസിഷൻ കാരണം നമ്മുടെ ബോഡിക്ക് ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ കിട്ടും യു വി റേസിൽ നിന്നും. അതുകൊണ്ടാണ് നമുക്ക് ടാനിങ് ഒരു ഡിഫൻസീവ് മെക്കാനിസം ആയിട്ടും പറയുന്നത്. പക്ഷേ ഇത് പല പല രീതിയിലുള്ള സൺ എക്സ്പോഷർ വരും. ഒന്നെന്ന് വെച്ചാൽ മോഡറേറ്റ് എക്സ്പോഷർ, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അടുത്തതെന്ന് വെച്ചാൽ എക്സസീവ് ആയിട്ടുള്ള എക്സ്പോഷർ, അടുത്തതെന്ന് വെച്ചാൽ ലോങ് ടേം എക്സ്പോഷർ ആയിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് മോഡറേറ്റ് ആവശ്യം എന്തെന്ന് വെച്ചാൽ ചില സമയത്ത് മെലാനിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും, അതായത് മെലാനിൻ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടും, ചില സമയത്ത് അടുത്ത സമയങ്ങളിൽ നമുക്ക് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് സൺ എക്സ്പോഷർ ആവശ്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് സമയം അകത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്തൊരു നമ്മുടെ നാച്ചുറൽ കളർ അല്ലാതെ നമ്മൾ ഒരുപാട് പെയിലായിട്ട് വരും. ഈ പെയിൽനെസ് നല്ലതല്ല, നാച്ചുറൽ കളറല്ലേ എപ്പോഴും നല്ലത്. ഒരുപാട് പെയിലായിട്ട് വരും, നമ്മൾ വിളറി വെളുത്ത കണക്ക് ഉണ്ടാവും. സൺ നമ്മൾ നാച്ചുറലി സണ്ണിന്റെ എക്സ്പോഷറിലൊക്കെ വരുമ്പോഴാണ് ഈ നമ്മുടെ നാച്ചുറൽ മെലാനിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്, നമ്മുടെ നാച്ചുറൽ കളർ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതാണ് സണ്ണും നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനുമായിട്ടുള്ള ഡിപ്പെൻഡൻസി. പിന്നെ വിറ്റാമിൻ ഡിയുടെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഫുഡിൽ കൂടെ ഒരിക്കലും വിറ്റാമിൻ ഡി കിട്ടത്തില്ല. അതിനുവേണ്ടി എന്തായാലും സൺ എക്സ്പോഷർ ആവശ്യമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സമയങ്ങളിലാണ് സൺ എക്സ്പോഷർ എടുക്കേണ്ടതെന്ന് വെച്ചാൽ മോർണിംഗ് ടു ഒരു 10 o'clock വരെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് 5 o'clock ടു എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മിഡിൽ വല്ലപ്പോഴും കുറച്ചു നേരം എക്സ്പോഷർ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല നമ്മൾ ഇനി പറയാൻ പോകുന്ന സൺസ്ക്രീനെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് കാരണവും നമുക്ക് ഒരിക്കലും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയോ അതല്ലെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷൻ തടയാനോ പോകുന്നില്ല. അപ്പൊ അത് ആദ്യമേ മനസ്സിലാക്കാം. അടുത്തത് മോഡറേറ്റ് എക്സ്പോഷർ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. തീരെ സൺ എക്സ്പോഷർ ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അടുത്തതാണ് എക്സസീവ് എക്സ്പോഷർ. എക്സസീവ് എക്സ്പോഷർ എന്ന് വെച്ചാൽ ഒരുപാട് സമയം നമ്മൾ സണ്ണിന്റെ അണ്ടറിൽ സമയം ചെലവഴിക്കുന്നത്. ഇത് കാരണം ഉണ്ടാവുന്നത് എന്തെന്ന് വെച്ചാൽ ഈവൻറ്റോ നമ്മൾ ഈ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മെലാനിൻ ഈ യു വി റേസിനെ അബ്സോർബ് ചെയ്ത് ഒരു പരിധി വരെ സൺ ഡാമേജിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമെങ്കിലും അതിന് കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം നമ്മുടെ സ്കിന്നിന്റെ സെൽസുകളിൽ വിസിബിൾ ആയിട്ടും ഇൻവിസിബിൾ ആയിട്ടുള്ള DNA ഡാമേജുകൾ ഉണ്ടാവും. അത് മാത്രമല്ലാണ്ട് നമുക്ക് സൺ ബേൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതായത് ബ്ലിസ്റ്റേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ടാനിങ് അല്ലാണ്ട് ബ്ലിസ്റ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഫോട്ടോ ഏജിങ്, അതല്ലെങ്കിൽ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഏജിങ്ങിന് അത് ആക്സിലറേറ്റ് ചെയ്യും, അതായത് കൂട്ടിവിടാനുള്ള ചാൻസ് ഈ ഒരു ടാനിങ് കാരണം അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കാരണം ഉണ്ടാവും. ഇനി ഫോട്ടോ ഏജിങ് എന്ന് പറയുന്നത് സൺലൈറ്റ് നമ്മുടെ ബോഡിയിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ DNA ഉണ്ടാകുന്ന ചേഞ്ച് കാരണം നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ പ്രൊഡക്ഷൻ ഒക്കെ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പെട്ടെന്ന് വരാൻ തുടങ്ങും. അതിനാണ് നമ്മൾ ഫോട്ടോ ഏജിങ് എന്ന് പറഞ്ഞു. ലോങ് ടൈമിലോട്ട് വരുമ്പോഴാണ് നമ്മൾ റിസ്കിലോട്ട് പോകുന്നത്, ക്യാൻസറിന്റെ റിസ്കിലോട്ട് പോകുന്നത്. സൂര്യപ്രകാശം അടിച്ചാൽ ക്യാൻസർ വരും എന്നല്ല പറയുന്നത്. സൂര്യപ്രകാശം അനാവശ്യമായിട്ട് നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാതെ നമ്മൾ ഒരുപാട് ടൈം സൂര്യപ്രകാശം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതിപ്പോ കാരണം ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പണ്ടിപ്പം അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് കമന്റ് ബോക്സിൽ വരുന്നത് പണ്ടത്തെ ആൾക്കാർക്ക് സ്കിൻ ക്യാൻസേഴ്സ് ഒന്നും വരത്തില്ല, പിന്നെ ഇപ്പൊ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? രണ്ട് റീസൺ. ഒന്നെന്ന് വെച്ചാൽ പണ്ടത്തെ അന്തരീക്ഷം അല്ല ഇപ്പോഴത്തെ അന്തരീക്ഷം. പണ്ടത്തെ അത്രയും മരങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനൊന്നുമില്ല. മൂന്ന്, പണ്ട് നമുക്ക് ഇത്രയും ഓസോൺ പാളികൾ, ഓസോൺ പ്രൊട്ടക്ഷനോ അതൊന്നുമില്ല. പണ്ടത്തെ കുറെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് നമ്മളായിട്ട് തന്നെ നശിപ്പിച്ചതുകൊണ്ടും സൂര്യപ്രകാശത്തിൽ നിന്ന് എക്സസീവ് ആയിട്ട് യു വി റേസ് നമ്മുടെ ബോഡി എർത്തിലോട്ട് എത്തുന്നത് കൊണ്ടും തന്നെ ഈ
സ്കിൻ ക്യാൻസേഴ്സിന്റെ ചാൻസ് കൂടുതലാണ്. അപ്പൊ അത്രയും മനസ്സിലാക്കാം. ഇനി നമ്മൾ യു വി റേറ്റിലോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പാണ് യു വി ഉള്ളത്. ഒന്ന് യു വി എയും യു വി ബിയും. യു വി ബി ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അത് 280 നാനോമീറ്റർ ടു 320 വരെയാണ് ഉള്ളത്. അടുത്തത് വരുമ്പോഴത്തേക്ക് 320 to 400 വരെയാണ് ഉള്ളത്. ഇതിന്റെ വ്യത്യാസം എന്തൊക്കെയാന്ന് വെച്ചാൽ യു വി എ ആണ് നമുക്ക് ടാനിങ് തരുന്നത്, യു വി ബി ആണ് നമുക്ക് സൺ ബേൺസ് തരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും സൺബേൺ വരണം എന്നില്ല, എല്ലാവർക്കും ടാനിങ് വരണം എന്നില്ല. അത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടൊക്കെ മാറാനും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ആൾക്കാർ വരുന്നൊരു മിത്താണ്, ഡാർക്ക് സ്കിൻ കളർ ആയിട്ടുള്ള ആൾക്കാർക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല, അവർക്ക് ഓൾറെഡി സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ടാനിങ് വിസിബിൾ ആയിട്ട് കാണുന്നില്ല, കാരണം ഓൾറെഡി ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അതിന്റെ അർത്ഥം അവർക്ക് അകത്തോട്ട് ചെന്ന് സൺറൈസിന്റെ കാരണം ഉണ്ടാവുന്ന എന്താ പറയുക ഈ വിസിബിളോ ഇൻവിസിബിളോ ആയിട്ടുള്ള DNA ഡാമേജുകൾ വരുന്നില്ല എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പോ ടാനിങ്ങിനെ പറ്റി മാത്രം പറയുന്നതുകൊണ്ട് ടാനിങ് മാത്രമേ യു വി റേസ് കൊണ്ട് ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ആൾക്കാർക്ക് എന്താ സൺസ്ക്രീൻ വേണ്ട എന്നൊക്കെ ഉള്ള മിത്തൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇനി ടാനിങ് വരാതിരിക്കാനും വന്ന ടാനിങ്ങിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് ടാനിങ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു 10 o'clock ശേഷം ഒക്കെ പുറത്ത് പോകുമ്പോഴത്തേക്ക് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യല്ല, നിങ്ങൾക്ക് എന്താ വെച്ചാൽ സൺസ്ക്രീൻ നമുക്ക് 98% വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ് സത്യമാണ്. പക്ഷേ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ്. ക്യാപ്പ്, നമ്മുടെ സൺഗ്ലാസസുകൾ, അതുപോലെ തന്നെ കൊട, അത് പിന്നെ മാത്രമേ യു വി ഗ്ലൗസുകൾ, ഇതൊക്കെ നമുക്ക് പിന്നെ അതല്ല പിന്നെ നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ യു വി കോട്ട്, ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യേണ്ട സൺസ്ക്രീൻ മാത്രമല്ല, ക്യാപ്പ്, കണ്ണാടി അതായത് സൺഗ്ലാസസ്, നമ്മൾ അമ്പല്ല, അതുപോലെ തന്നെ യു വി ഗ്ലൗസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ യു വി ജാക്കറ്റ്. ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കാറ് ഓടിക്കുന്ന ആൾക്കാരാണ്, ചില സമയങ്ങളിൽ അവർക്ക് ഈ സൺസ്ക്രീൻ ഒന്നും കയ്യിലിടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യു വി ഗ്ലൗസ് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ അതിനകത്ത് യു വി ലൈറ്റ് ആണ് ക്യൂർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് യു വി ഗ്ലൗസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് ഓടിക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അടുത്താണ് യു വി പ്രൊട്ടക്ട് ചെയ്യുന്ന ജാക്കറ്റുകൾ. ബൈക്കിലൊക്കെ പോകുന്ന സമയങ്ങളിൽ നമുക്ക് ജാക്കറ്റായിട്ടോ അതല്ലെങ്കിൽ ഫുൾ ഗ്ലൗസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഈ ഡെലിവറിക്കൊക്കെ വരുന്ന പയ്യന്മാരുടെ കയ്യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ചില സമയങ്ങളിൽ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഒരു കറുത്ത സാധനമാണ്, അതൊക്കെ ഒരു ടൈപ്പ് യു വി പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ടാനിങ്ങിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ബേസിക്കലി അറിയാവുന്ന കാര്യം, പക്ഷെ ഒന്നുകൂടെ പറഞ്ഞാണ്. എന്നാലും ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ടാനിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ എങ്ങനെ വന്ന ടാനിങ് മാറ്റാം എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഞാൻ പറയുന്ന കാര്യമാണ്, ടാനിങ് എന്ന് പറഞ്ഞാൽ ഒരു അഴുക്കല്ല, നമ്മുടെ സ്കിന്നിൽ ഉണ്ടായ കളർ ചേഞ്ച് ആണ്. അപ്പൊ അത് മാറ്റാനായിട്ട് നമ്മൾ ചകിരി ഇട്ടോ അല്ലെങ്കിൽ ഇഞ്ചി ഇട്ടോ അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫിസിക്കൽ സാധനങ്ങൾ ഇട്ടോ ഫിസിക്കൽ സ്ക്രബ് ഇട്ടോ സ്കിന്നിൽ ഉരച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പോവത്തില്ല. അതുപോലെ തന്നെ ലെമൺ ബേക്കിംഗ് സോഡ ഇട്ട് ഉരച്ചാലോ ഒന്നും നമുക്കിത് പോകാനായിട്ട് പോകുന്നില്ല. കാരണം ഇത് നമ്മുടെ സ്കിന്നിന്റെ അകത്ത് ചെന്നിട്ട് വർക്ക് ചെയ്താൽ മാത്രം പോകുന്ന കാര്യമാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ റിസൾട്ട് കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ അപ്പൊ നടക്കുന്ന മൈൽഡ് ആയിട്ടുള്ള എക്സ്പോളിയേഷൻ മാത്രമാണ്. അതായത് നിങ്ങൾ സ്കിന്നിന്റെ ഔട്ടർ ലെയറിനെ എടുത്ത് കളയുക, ഡെഡ് സ്കിന്നിനെയും അത് മാത്രമല്ല ചിലപ്പോൾ നല്ല സ്കിന്നിനെയൊക്കെ ഇങ്ങനെ ഉരച്ചെടുത്ത് കളയുമ്പോഴാണ് നമ്മുടെ അതിന്റെ അടിയിൽ കിടക്കുന്ന സ്കിൻ പുറത്തോട്ട് വരുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലാകുന്നത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ മൈക്രോ ടിയർ ഉണ്ടാവും, ചില സമയത്ത് സ്കിൻ ബാരിയർ ഡാമേജ് ആവും. മാത്രമല്ല നമ്മൾ വീണ്ടും സണ്ണിന്റെ എക്സ്പോഷർ കൊടുക്കാന്നുണ്ടെങ്കിൽ ടാനിങ് കൂടാനും മാത്രമല്ല ഫർദർ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മുടെ ബോഡിയിലും ഫേസിലും വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ പ്രോസസ്സിലോട്ട് പോകാതിരിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്താലാണ് നമുക്ക് ഈ ടാനിങ് മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാനിങ് വരുന്നതിന്റെ കാരണം മെലാനിൻ എന്ന് പറയുന്ന നാച്ചുറലി ബോഡിയിലുള്ള പിഗ്മെന്റ് എക്സസീവ് ആയിട്ട് മെലാനോസൈറ്റിൽ നിന്ന് മെലാനോജെനിസിസ് കാരണം ഉണ്ടാകുന്നതുകൊണ്ടാണ്. കുറെ മെലാനിൻ എടുത്തായാലും കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ മെലാനിൻ മാത്രം എടുത്താൽ മതി. മെലാനിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ആ ഒരു ടാനിങ് വരുന്നത്. ഈ മെലാനിന്റെ പ്രൊഡക്ഷൻ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടാനിങ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ എങ്ങനെ തടയാൻ പറ്റും? തടയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. എന്താണ് ഈ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരം കാണുന്ന ആൾക്കാർ മടുത്തുകയാണ് കേട്ട്. പക്ഷെ എന്നാലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ മെലാനോസൈറ്റുകളിൽ നിന്ന് നമ്മുടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്
ഒരു മെസ്സഞ്ചർ എത്തണം. ഈ സൺ എത്തി അത് നമുക്ക് ഡാമേജ് തരുന്നു എന്നും പറഞ്ഞ് നമ്മൾ മെലാനോസൈറ്റ്സിന് മെസ്സേജ് കൊടുക്കാൻ ഒരാൾ എത്തണം. അവരെയാണ് നമ്മൾ ടൈറോസിനേസ് എന്ന് പറയുന്നത്. ഈ ടൈറോസിനേസ് മെലാനോസൈറ്റ്സിന് മെസ്സേജ് കൊടുക്കുമ്പോഴാണ് ഇവർ മെലാനിൻ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ ഈ മെസ്സേജ് എത്താതിരുന്നാൽ ഇവിടെ ഈ സെല്ലിൽ നിന്ന് ഒരിക്കലും മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ മെസ്സഞ്ചറിനെ തടയുന്ന ആൾക്കാരെയാണ് നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. മെയിൻലി 5 ടൈപ്പ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് ഉള്ളത്. അതിനകത്ത് ഒന്നാണ് കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്. പിന്നെ ഒരെണ്ണമുണ്ട് ഞാൻ ബേസിക്കലി നമ്മളൊന്നിനും ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണെങ്കിൽ പോലും നമ്മൾ ടോപ്പിക്കിൽ പറയാത്തൊരു കാര്യമാണ് ഹൈഡ്രോക്വിനോൺ. പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അതിനെപ്പറ്റി കേൾക്കട്ടെ മറന്നേക്കും. അപ്പോൾ ഈ 5 സാധനങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്ന വിറ്റാമിൻ സിയുടെ ഡൗട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. വിറ്റാമിൻ സി അവിടെ നിൽക്കട്ടെ. ഈ 5 സാധനങ്ങൾ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ആദ്യമേ നമുക്ക് കോജിക് ആസിഡ് എടുക്കാം. കോജിക് ആസിഡ് ടാനിങ് മാറ്റാനും ഹൈപ്പർപിഗ്മെന്റേഷൻ മാറ്റാനും ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷേ ഇത് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ഉപയോഗിക്കാറില്ല. മാത്രമല്ല കോജിക് ആസിഡ് നമ്മൾ 2 മാസത്തിൽ കൂടുതൽ അധികം കണ്ടിന്യൂസ് യൂസ് ചെയ്യാതെ ഒരു ഗ്യാപ്പ് എടുത്ത് വീണ്ടും യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോജിക് ആസിഡ് ഈ ഒരു ടാനിങ് ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ പറയാറില്ല. അതിനേക്കാളും ഏറ്റവും നല്ലത് മെലാസ്മ പോലെയുള്ള സിറ്റുവേഷൻസിന് മാറ്റാനാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. മാത്രമല്ല നമ്മളെ മൂക്കുരു കാരണം ഉണ്ടായ ഡാർക്ക് സ്പോട്ട് മാറ്റാനും കോജിക് ആസിഡ് നല്ലതാണ്. പിന്നെ വരുന്നതാണ് അസലിക് ആസിഡ്, അതല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ, അതല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡ്. ഇത് മൂന്നിനും നമുക്ക് ടാനിങ് മാറ്റാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ച് അസലിക് ആസിഡ് നിങ്ങൾ പ്രഗ്നൻസിയുടെ സമയത്തും ലാക്ടേഷന്റെ സമയത്തും ടാനിങ് മാറ്റാൻ മാത്രമല്ല നിങ്ങളുടെ പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന മാസ്ക് മാറ്റാൻ, അതായത് അപ്പൊ വരുന്ന ഹൈപ്പർപിഗ്മെന്റേഷൻ അല്ലെങ്കിൽ മോക്കുരു മാറ്റാനും നമുക്ക് അസലിക് ആസിഡ് സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അസലിക് ആസിഡ് യൂസ് ചെയ്യാം. അതുപോലെ ആൽഫ ആർബിറ്റിനും ട്രാൻഎക്സാമിക് ആസിഡും നമുക്ക് ടാനിങ് മാറ്റാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് മാത്രമല്ല ഈ 2 ഇൻഗ്രീഡിയന്റും നമുക്ക് എല്ലാ അസലിക് ആസിഡ് ഉൾപ്പെടെ ഈ 3 ഇൻഗ്രീഡിയന്റും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേമിൽ യൂസ് ചെയ്യാനും പറ്റും. 2 നേരം യൂസ് ചെയ്യാനും പറ്റും. കാരണം മോർണിംഗും നൈറ്റും ഒക്കെ യൂസ് ചെയ്യാം. ഏതൊരു ഇൻഗ്രീഡിയന്റിന്റെ കൂടെ നമുക്ക് ക്ലബ് ചെയ്യാം. അതായത് റെറ്റിനോളോ നിങ്ങൾ അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, AHAs, BHAs, വിറ്റാമിൻ സി എന്ത് വേണമെങ്കിൽ കൂടെ നമുക്ക് ക്ലബ് ചെയ്ത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ബാക്കി 3 കോജിക് ആസിഡ് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ടാനിങ്ങിന്റെ സമയത്ത് കോജിക് ആസിഡിനേക്കാളും നല്ലത് ഈ കുറച്ച് ലോങ് ടേമിൽ യൂസ് ചെയ്യാൻ നല്ലത് ഈ 3 ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് എപ്പോഴാണ് ഫംഗ്ഷൻ ആവുന്നതെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണെന്നത് പോലെ തന്നെ അതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റും കൂടെയാണ്. അതായത് ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പുള്ള ഒരു ആസിഡ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ്. മാത്രമല്ല ഇതൊരു വാട്ടർ സോല്യൂബിൾ ആസിഡ് ആണ്. ഇതിന്റെ മോളിക്യൂൾസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിനും യൂസ് ചെയ്യാം, ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നോർമൽ സ്കിന്നിനും നന്നായിട്ട് യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് എക്സ്ഫോളിയേഷൻ നല്ലത് ഏതാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു. ആക്നെ പ്രോൺ സ്കിൻകാർക്കും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ അങ്ങനെ ഡ്രൈ ആവത്തില്ല പറയുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഡെഡ് സ്കിൻ സെൽസിലെ ഇവർ ബോണ്ട് ചെയ്ത് വെക്കുന്നത്, പിടിച്ചു നിർത്തുന്ന ഒരു ബോണ്ട് ഉണ്ട്. ഈ ബോണ്ടിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡിന് പറ്റും. അപ്പൊ നമ്മുടെ ഡെഡ് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുന്നത് കാരണം നമുക്ക് നമ്മുടെ പിഗ്മെന്റേഷൻ പുറത്തു നിന്ന് പോവുകയും ചെയ്യും. മാത്രമല്ല കുറച്ച് ഡീപ്പർ ലെവലിലോട്ട് ഇറങ്ങി ചെന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുറച്ച് മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ഗ്ലൈക്കോളിക് ആസിഡിന് പറ്റും. നോർമലി നമ്മൾ 6 to 7% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എപ്പോൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നൈറ്റിലാണ് ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. മാത്രമല്ല വീക്കിലി വൺസോ ടോയ്സോ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് സിറംസോ അതല്ലെങ്കിൽ ടോണോസോ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ റെറ്റിനോൾ, വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും AHA സിറംസ് അല്ലെങ്കിൽ ടോണേഴ്സ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ആക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ pH ആൾട്ടറേഷൻ വന്നിട്ട് സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇനി വിറ്റാമിൻ സിയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് അല്ല മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അതായത് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന റേസിൽ നിന്ന് ഒരു UV റേസ് ഞാൻ പറഞ്ഞില്ല, അപ്പൊ അതിനകത്ത് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ബേസിക്കലി നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും. അപ്പൊ ആ ഡാമേജിനെ തടയാനായിട്ട് ഏറ്റവും നല്ലതാണ് വിറ്റാമിൻ സി. അപ്പൊ മോർണിംഗിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ വിറ്റാമിൻ സിയും കൂടി യൂസ് ചെയ്താൽ ടാനിങ് വരാതിരിക്കാനും ഹെൽപ്പ് ആവും. കാരണം നമ്മൾ ഒരു പരിധി വരെ ഡാമേജ് വരുന്നില്ലല്ലോ സൺസ്ക്രീൻ കാരണം. പിന്നെ ഫ്രീ റാഡിക്കൽസും നമ്മുടെ സ്കിന്നിലോട്ട് എത്തുന്നില്ല. അത് കാരണം സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമ്മുടെ മുഖത്തുണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സൺ ഡാമേജ് കാരണം ഉണ്ടായ പിഗ്മെന്റേഷൻസ് മാറാനായിട്ട്
വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. പക്ഷെ നല്ല രീതിയിലുള്ള ടാനിങ് മാറാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യത്തില്ല. പിന്നെ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക 5% to 10% ആണ് ഏറ്റവും ബെസ്റ്റ്. മോർണിംഗിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണ് ലാക്ടിക് ആസിഡ്. ഇത് നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാം. ലാക്ടിക് ആസിഡ് വീക്ക്ലി വൺസോ ട്വൈസോ മാത്രം നൈറ്റ്ലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, വിറ്റാമിൻ സി, ലാക്ടിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ചോദിക്കും മറ്റേ യൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടേ എന്നല്ല. ഈ ഓവറോൾ വീഡിയോയുടെ ഉദ്ദേശമേ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ഫോളിയേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും കാരണം എക്സ്ഫോളിയേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ന്യൂ സ്കിൻ ആയിരിക്കും പുറത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് സൺ ഡാമേജിന് കാരണമാവും. 1. 2, വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ സണ്ണിന് ഡയറക്റ്റ് എക്സ്പോഷർ വിറ്റാമിൻ സിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഇത് ഓക്സിഡൈസ് ആയിട്ട് നമുക്ക് ടാനിങ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ എങ്ങനെ റൊട്ടീനിലോട്ട് ഇത് ആഡ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യാം. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ആ ഒരു ഫേസ് വാഷ് നിങ്ങൾ സെലക്ട് ചെയ്യാം. സെക്കൻഡ്, മോർണിംഗിൽ നിങ്ങൾ ഓൾറെഡി മോക്കുരു ഇല്ലാത്ത സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5% 10% ഒരു വിറ്റാമിൻ സി സെറം സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സെലക്ട് ചെയ്യാം. സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സെലക്ട് ചെയ്യാം. എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എക്സസീവ് ആയിട്ട് ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ ഓയിലി കോമ്പിനേഷൻ സ്കിന്നോ ആണെങ്കിൽ ജെൽ ടൈപ്പോ അതല്ലെങ്കിൽ മാറ്റ് ടൈപ്പോ ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഡ്രൈ നോർമൽ ആണെങ്കിൽ കുറച്ച് ക്രീമി ടെക്സ്റ്റുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൂയിഡി ടെക്സ്റ്റുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് വിയർക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇഷ്യൂസ് ഒന്നുമില്ല കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനേക്കാളും ഏറ്റവും നല്ല ഫിൽറ്റേഴ്സ് സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ഉള്ള സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കറുക്കുന്നതായിട്ടാണ് ഫീൽ ആവുന്നതെങ്കിൽ വിറ്റാമിൻ സി ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡോ ടൈറ്റാനിയം ഡൈ ഓക്സൈഡോ ആ സൺസ്ക്രീനകത്തുണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കെമിക്കൽ ബേസ്ഡിലോട്ട് സൺസ്ക്രീനിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങൾ കെമിക്കൽ ഫിസിക്കൽ സൺസ്ക്രീൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ്, അതായത് ആവോബെൻസീൻ, ഓക്സിബെൻസോൺ, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ്, ഇങ്ങനത്തെ കുറെ ഫിൽറ്റേഴ്സ് ആണ് ബേസിക്കലി നമ്മൾ സൺസ്ക്രീനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ ഫിൽറ്റർ ബേസ് ചെയ്തിട്ടാണ് കെമിക്കൽ സൺസ്ക്രീൻ എന്നും ഫിസിക്കൽ സൺസ്ക്രീൻ എന്നും ഡിവൈഡ് ചെയ്യുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്കിൻ ടൈപ്പിനും നമ്മുടെ കണ്ടീഷൻ അക്കോർഡിംഗ്ലി നമ്മളത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. രണ്ടിനും ഒരുപോലെ തന്നെ എഫക്റ്റ് തരുന്ന സാധനങ്ങളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കെമിക്കൽ സൺസ്ക്രീൻ കുറച്ചധികം അബ്സോർബ് ചെയ്തിട്ട് പുറത്തോട്ട് വിടും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ചൂട് തോന്നുന്നത്. ഫിസിക്കൽ സൺസ്ക്രീനിലോട്ട് വന്നാൽ അബ്സോർപ്ഷൻ ഒക്കെ നടക്കും, പക്ഷെ അത് കെമിക്കലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിട്ടാണ്, അത്രേ ഉള്ളൂ. അതാണ് കെമിക്കൽ സൺസ്ക്രീനും ഫിസിക്കൽ സൺസ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മൾ സൺസ്ക്രീൻ വരെ പറഞ്ഞു. ഡെയിലി നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. നൈറ്റിൽ മോർണിംഗിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയുടെ കൂടെ ആൽഫ ആർബിറ്റിനോ ടാനെക്സാമിക് ആസിഡോ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. നൈറ്റിലും നിങ്ങൾക്ക് ടാനെക്സാമിക് ആസിഡോ ആൽഫ ആർബിറ്റിനോ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മോർണിംഗിൽ യൂസ് ചെയ്യുന്ന സെയിം സെറം തന്നെ നമുക്ക് വിറ്റാമിൻ സി സെറം തന്നെ നൈറ്റിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ 24 days എബോ ഉള്ള ആൾക്കാരാണെങ്കിൽ വിറ്റാമിൻ സിക്ക് പകരം ആഴ്ചയിൽ 3 ദിവസം റെറ്റിനോളും ബാക്കിയുള്ള ദിവസങ്ങളിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ അങ്ങനെയൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെ ഏതൊക്കെ സെറംസ് സെലക്ട് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. റൊട്ടീനിൽ ഓർഡർ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് മോർണിംഗ് ആണ് നിങ്ങൾ ഫേസ് വാഷ്, അത് കഴിഞ്ഞ് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വിറ്റാമിൻ സി സെറം ഇടുക. വിറ്റാമിൻ സി സെറം ഇട്ടിട്ട് ആൽഫ ആർബിറ്റിനോ ടാനെക്സാമിക് ആസിഡോ സെറം യൂസ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ആഡ് ചെയ്യാം. നിങ്ങളൊരു ഡ്രൈ സ്കിന്ന്, അതല്ലെങ്കിൽ മോഡറേറ്റ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം, ഇഷ്യൂ ഇല്ല. എന്നിട്ട് നിങ്ങളുടെ സൺസ്ക്രീനും കൂടെ ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ ഓയിലി സ്കിൻകാർ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. കാരണം ഒന്നും കൂടി മാറ്റ് ഫിനിഷ് കിട്ടാനായിട്ട്, മാത്രമല്ല സ്കിൻ ഓവർ ഡ്രൈ ഔട്ട് ആവാതിരിക്കാൻ ഈ ഒരു പ്രോസസ് ഹെൽപ്പ് ചെയ്യും. നൈറ്റിലോട്ട് വരികയാണെങ്കിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുക. വേണമെങ്കിൽ 24 days എബോ ആണെങ്കിൽ വിറ്റാമിൻ സി സെറത്തിന് പകരം റെറ്റിനോൾ സെറം വീക്ക്ലി ട്വൈസോ ത്രൈസോ ടൈം യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാ വീക്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ വീക്ക്ലി വൺസോ ട്വൈസോ ഗ്ലൈക്കോളിക് ആസിഡ് സെറം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ 24 എബോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ പീലും യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. രണ്ടും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് നൈറ്റിൽ നിങ്ങൾ വിറ്റാമിൻ സിയോ റെറ്റിനോളോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യും. അത്രേ വ്യത്യാസമുള്ളൂ. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഗാനക്സാമിക് ആസിഡോ കോജിക് ആസിഡോ അതല്ലെങ്കിൽ ആൽഫാർബിറ്റിനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. 2 ആഴ്ചയിൽ ഒരിക്കലോ 3 ആഴ്ചയിൽ ഒരിക്കലോ അതിന് 24 ഏജ് ആകുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്കൊന്ന് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം. ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യുന്നത്. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഇല്ല നിങ്ങൾക്ക് പ്രോപ്പർ റൊട്ടീനായിട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിക്കും. പിന്നെ ഞാൻ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. വിറ്റാമിൻ സി നിങ്ങൾക്ക് ഓൾറെഡി ആക്നെ പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യും. പക്ഷെ ആക്റ്റീവ് പിമ്പിൾസ് പ്രസന്റ് ഒരുപാട് മൂക്കിലുണ്ടെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ കോജിക് ആസിഡ്, റെറ്റിനോൾ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഇത് രണ്ടും നിങ്ങൾക്ക് പ്രഗ്നന്റും ലാക്ടേറ്റിംഗും ആയിട്ടാണെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ടാനിങ്ങിനെ പറ്റി, എന്താണ് ടാനിങ്, അത് എങ്ങനെ മാറ്റാം, ടാനിങ് കാരണം ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് വേറെ വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.